1924 വൈക്കം സത്യാഗ്രഹം മലയാളിയെ മനുഷ്യനായി വഴി നടത്തിയ ഒരു നവോത്ഥാന വിപ്ലവമാണ്. സാമൂഹ്യ അനാചാരങ്ങളുടെ ഇരുട്ടിലാണ്ട ഒരു നാടിനു മുന്നിൽ തലമുറകളിലേക്ക് നാട്ടിയ കൊടിമരമായിരുന്നു സത്യാഗ്രഹം. ഐത്താചാരങ്ങളെ കുഴിവെട്ടിമൂടി സ്വാതന്ത്ര്യത്തിലേക്കും സ്ഥിതി സമത്വത്തിലേക്കും അത് പുതിയൊരു പ്രകാശപാത വെട്ടിത്തെളിച്ചു. അസവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കിയ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുവഴിയിലൂടെ 1921 ധീരനായ ടി.കെ. മാധവൻ ഒറ്റയ്ക്ക് നടന്നാരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് പല കൈവഴികളിലൂടെ ആളിപ്പടർന്ന് ജാത്യാചാരങ്ങളുടെ സകല തീണ്ടൽ പലകകളും തകർത്തെറിഞ്ഞ വൈക്കം സത്യാഗ്രഹമായി രൂപപ്പെട്ടത്. 1924 മാർച്ച് 17 മഹാത്മാഗാന്ധി വൈക്കത്തെത്തി. പിന്നാലെ തമിഴകത്തിന്റെ തന്തൈ പെരിയാറും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉൽപ്പതിഷ്ടുക്കളാകെയും വൈക്കത്തേക്ക് പ്രവഹിച്ചു. വേമ്പനാട്ടുകായലിന്റെ തീരങ്ങൾ ആകെയും ഇളക്കിമറിച്ച ആ മഹാജനസമുദ്രത്തിൽ 16ഉം 18ഉം വയസ്സായ 2 ചെറുപ്പക്കാർ കൂടിയുണ്ടായിരുന്നു. അതിലൊരാൾ മറ്റൊരാളുടെ ചുമലിൽ കയറി ഗാന്ധിയെ തൊട്ടു എന്നൊരു കഥയുണ്ട്. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് ഉമ്മയോട് അഭിമാനത്തോടെ അവൻ പറയുന്നുണ്ട്, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടെന്ന്. ഗാന്ധി എന്ന് കേട്ടിട്ടേയില്ലാത്ത ഉമ്മ തന്റെ മകൻ ഏതു ഭയങ്കര ജീവിയെയാണ് തൊട്ടതെന്ന് അന്താളിക്കുന്നുമുണ്ട്. വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പുകാരനായ അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകൻ മുഹമ്മദ് ബഷീർ എന്ന സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറിന് ഗാന്ധിയെ ഏന്തി വലിഞ്ഞു തൊടാൻ കനത്ത ചുമലായി നിന്നത് വൈക്കം മൈലെഴുത്ത് മണ്ണമ്പിള്ളി നാരായണൻ നായരുടെയും കൊച്ചുപാറുവിന്റെയും മകൻ കൃഷ്ണപിള്ളയായിരുന്നു. സഖാവ് പി. കൃഷ്ണപിള്ള. പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കെട്ടുകഥകളിൽ നിന്ന് കേരളത്തെ തന്റെ 2 കാലിൽ നടന്ന് കമ്മ്യൂണിസ്റ്റ് കേരളമായി പുനഃസൃഷ്ടിച്ച സഖാവ് പി. കൃഷ്ണപിള്ളയുടെ കഥ ഒരു ചരിത്രത്തിലും സമാനതകളില്ലാത്ത ജീവിതകഥയാണ്. അതിലെ ഒരു അധ്യായം മാത്രമായിരുന്നു ഭാഷയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കാൽപ്പാടുകൾ എന്ന കഥ. വൈക്കത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൊരിമണലിൽ നിന്ന് പോരാട്ടം ആരംഭിച്ച കൃഷ്ണപിള്ളയും ബഷീറും പിന്നിട്ട വഴികൾക്ക് പല സമാനതകളുണ്ട്. എവിടെയും എത്തിപ്പെടാത്ത വിദൂര യാത്രകളുടെയും അലച്ചിലിന്റെയും അനന്തമായ കഥകൾ. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിനായി പോലീസിന്റെയും പട്ടാളത്തിന്റെയും അടികൊണ്ട് ജയിലിലടക്കപ്പെട്ട കഥകൾ തൊട്ട് തടവറകളുടെ മതിലുകൾ തകർത്ത് പറന്നുപോയ പ്രണയകഥകൾ വരെ. കേരളത്തിന്റെ ആദ്യത്തെ സഖാവാണ് പി. കൃഷ്ണപിള്ള, അല്ലെങ്കിൽ സഖാക്കളുടെ സഖാവ്. പഴയ പാർട്ടി പോരാളികൾക്ക് മാത്രമല്ല, ഏത് ചരിത്രഘട്ടത്തിലും മലയാളിക്ക് സഖാവ് എന്ന് മാത്രം ഉച്ചരിച്ചാൽ ആദ്യം മുന്നിലെത്തുന്ന പ്രതിരൂപം. സഖാവ് എന്ന പദത്തെ സ്വന്തം പേരുകൊണ്ട് അത്രമേൽ അന്വർത്ഥമാക്കിയ മറ്റൊരാളുമില്ല. സഖാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ആരും ഏത് സഖാവ് എന്ന് ചോദിക്കില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു പി. കൃഷ്ണപിള്ള. 40കളിലെ കേരളത്തിലെ സകല കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെയും ആസൂത്രകൻ. കേരളം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം കൃഷ്ണപിള്ളയുടെ കണ്ടെത്തലുകളാണ്. പാർട്ടിയെ മാത്രമല്ല, പാർട്ടി നേതാക്കന്മാരെയും സൃഷ്ടിക്കേണ്ടി വന്ന സഖാവ്. ഒളിവിലും തെളിവിലും ജയിലിലുമായി കേവലം 2 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം കൃഷ്ണപിള്ള പതിപ്പിച്ച കാൽപ്പാടുകൾ എണ്ണിയാൽ അത്ഭുതപ്പെടും. സഖാവ് കടന്നു ചെല്ലാത്ത ഏത് നാടുണ്ട് കേരളത്തിൽ? വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ആത്മസുഹൃത്തായ കൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയ കാൽപ്പാടുകൾ എന്ന ആ കഥയിലേക്ക് തന്നെ തിരിച്ചുപോയാൽ സഖാവ് എന്ന പദത്തിന്റെ പര്യായമായി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന മനുഷ്യന്റെ മറ്റൊരു ചിത്രം കൂടി ലഭിക്കും. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭണം ചുഴച്ചിയടിക്കുന്ന കാലം. അക്കാലത്ത് രാഷ്ട്രീയക്കാരുടെ ഒരു ധർമ്മസത്രം പോലെയായിരുന്നു പി. കൃഷ്ണപിള്ളയുടെ താമസസ്ഥലമെന്ന് ബഷീർ ഓർക്കുന്നു. അദ്ദേഹത്തിന് അതിൽ ഒരു പരാതിയുമില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് രാവും പകലുമില്ലാതെ ജനങ്ങൾ വരും. അതിലെന്താണ് തെറ്റെന്നാകും കൃഷ്ണപിള്ള ചോദിക്കുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരാൾ കൃഷ്ണപിള്ളയുടെ അടുത്ത് വരുന്നു. തനിക്കുള്ള ഒരേ ഒരു മുണ്ടും ഷർട്ടും സോപ്പിട്ട് വെളുപ്പിച്ച് സഖാവ് അയയിലിടുന്നു. വന്നയാൾ എറണാകുളത്ത് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്. അയാൾക്കൊന്ന് കിടക്കണം. ആകെ കൂടെ ഉണ്ടായിരുന്ന പായയും തലയിണയും ആഗതന് നൽകി സഖാവ് മുറിയിലേക്ക് കയറി. എന്നിട്ട് വെറും നിലത്ത് പത്രക്കടലാസ് വിരിച്ച് കിടന്നു. പായും തലയിണയുമില്ലാതെ ലോകത്ത് എത്ര പേർ നിലത്ത് വീണ് കിടന്നുറങ്ങുന്നുണ്ടെന്നാകും കൃഷ്ണപിള്ള വിചാരിച്ചിട്ടുണ്ടാവുക. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വരാന്തയിൽ കിടന്നുറങ്ങിയ ആളെ കാണാനില്ല. അങ്ങനെ യാത്ര പറയാതെ പലരും എഴുന്നേറ്റ് പോകാറുള്ളത് കൊണ്ട് അതിലും അദ്ദേഹത്തിന് പരാതിയില്ല. പക്ഷേ പായ തെറുത്തു വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ നടുക്ക് പായയുടെ ഹൃദയത്തിൽ നിന്നോണം ചെമ്മണ്ണിൻ്റെ ഒരു കാൽപ്പാട്.
കൃഷ്ണപിള്ള കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അയയിൽ നോക്കിയപ്പോൾ ഷർട്ടും മുണ്ടും കാണാനില്ല. ഈ കഥയിൽ ഗുണപാഠമൊന്നുമില്ല. ഉള്ളത് കൃഷ്ണപിള്ളയുടെ ഗുണവർണ്ണനയാണ്. ഏത് അരോചകമായ സാഹചര്യത്തെയും കൃഷ്ണപിള്ള എങ്ങനെ ആർക്കും അസുഖകരമാകാതെ ക്ഷമയോടെ നേരിടുന്നുവെന്നതിന് ഉദാഹരണം. ബഷീറിനെ പോലെ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയ അങ്ങനെ പരശുതം മനുഷ്യരുടെ ഓർമ്മകളിലൂടെയാണ് എന്നും അദ്ദേഹം ചരിത്രത്തിനൊപ്പം ഉയർന്നു നിൽക്കുന്നത്. ആ കഥകളെല്ലാം പറഞ്ഞാൽ കൃഷ്ണപിള്ള ഒരൊറ്റ മനുഷ്യനാണോ എന്ന് പിൽക്കാല ചരിത്രം അമ്പരന്ന് ചോദിച്ചേക്കും. ചിരിക്കുന്ന അഗ്നിപർവ്വതം എന്നാണ് പി കേശവദേവ് കൃഷ്ണപിള്ളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ടി.വിക്ക് എഴുതിയ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള സഖാവ് എന്ന പുസ്തകമാണ് ആ മഹത് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികവും മനോഹരവുമായ പുസ്തകമെന്ന് തോന്നുന്നു. കറുത്ത സാമാന്യം പൊക്കവും ആരോഗ്യവുമുള്ള ശരീരവുമായിരുന്നു കൃഷ്ണപിള്ളയ്ക്കെന്ന് ടി.വിക്ക് അതിൽ വിവരിക്കുന്നു. എണ്ണയ്ക്കും ചീർപ്പിനും വഴങ്ങിക്കൊടുക്കാത്ത മുടി, ബീഡി ചിലപ്പോൾ വലിക്കാം വലിക്കാതിരിക്കാം, മുണ്ട് മാടിക്കുത്തി കൈ രണ്ടും പിറകോട്ട് ചേർത്ത് പിടിച്ചാണ് നടക്കുക, ചൈതന്യപൂർണമായ കണ്ണുകൾ. കൃഷ്ണപിള്ളയെ ഹഠാതാകർഷിക്കുന്ന ഘടകം ആ കറുത്ത ചുണ്ടുകൾക്ക് പിന്നിലെ വെളുത്ത മന്ദസ്മിതമാണെന്നും ടി.വിക്ക് എഴുതുന്നു. AI ടൂളുകൾ ഉപയോഗിച്ച് ഇതിനെല്ലാം നമുക്കിപ്പോൾ ദൃശ്യരൂപം നൽകാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. എന്നാൽ ആ ദൃശ്യവൈഭവത്തിന്റെ എല്ലാ വേർഷനുകളും ഇവിടെ ഈ ചിത്രത്തിനു മുന്നിൽ മുഴച്ചു നിൽക്കും. കണ്ണൂർ ആലപ്പടമ്പിലെ സഖാവ് CMV നമ്പീശനെടുത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനു മുന്നിൽ. അധികം ഫോട്ടോകളൊന്നും പി കൃഷ്ണപിള്ളയുടേതായി കണ്ടെത്തപ്പെട്ടിട്ടില്ല. 951 നവയുഗത്തിന്റെ വിശേഷ പ്രതിയിൽ വന്ന ഒരു ചിത്രം അധികമാരും കാണാത്തതും വിശേഷപ്പെട്ടതുമാണ്. തൃശൂരിലെ ലേബർ അസോസിയേഷനും സോഷ്യലിസ്റ്റുകളും ലയിച്ച് കൊച്ചി രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെൽ രൂപീകരിച്ചപ്പോഴാണ് അതെന്ന് തോന്നുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങനെ 2-3 ചിത്രങ്ങൾ. പിന്നെ ഉള്ളതെല്ലാം വാക്ചിത്രങ്ങളാണ്. ബഷീറും പി കുഞ്ഞിരാമൻ നായരും കേശവദേവും ഉൾപ്പെടെയുള്ള എഴുത്തുകാരും കൃഷ്ണപിള്ള കണ്ടെത്തിയ അസംഖ്യ നേതാക്കളും പ്രവർത്തകരും അതിശയത്തോടെ പറഞ്ഞ കഥകൾ മാത്രം. അതിനെല്ലാം മുഖചിത്രമാവാൻ ശക്തി CMV നമ്പീശനെടുത്ത ഈ ഒറ്റ ചിത്രത്തിനേ ഉള്ളൂ. ആഗസ്റ്റ് 19 ആഗസ്റ്റ് 15 പോലെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഓർക്കാൻ മരണദിനവും ജന്മദിനവും വെവ്വേറെയില്ലെന്ന അപൂർവതയുമുണ്ട്. അതായത് കൃഷ്ണപിള്ള ജനിച്ചതും മരിച്ചതുമെല്ലാം ഒരേ തീയതിയിൽ. അതുകൊണ്ട് കൃഷ്ണപിള്ള ദിനവും ഒന്നേയുള്ളൂ. അന്ന് തന്നെയാണ് ലോക ഫോട്ടോഗ്രാഫി ദിനവും എന്നതുകൊണ്ട് CMV നമ്പീശൻ എന്ന ഫോട്ടോഗ്രാഫറെയും നമുക്ക് മറക്കാനാവില്ല. പി കൃഷ്ണപിള്ളയുടെ ഒരേയൊരു ഫോട്ടോയുടെ ഛായാഗ്രഹകൻ. 2009 ഫെബ്രുവരി 23 92ാമത്തെ വയസ്സിൽ CMV നമ്പീശൻ അന്തരിച്ചു. അതിലൊരു വർഷം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയ വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ഞാനിവിടെ ആദരവോടെ സ്മരിക്കട്ടെ. ഏതാണ്ട് മങ്ങിത്തുടങ്ങിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ചില ചരിത്രങ്ങൾ ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞത് ഒരപൂർവ സൗഭാഗ്യമായി ഞാനിപ്പോൾ കരുതുന്നു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ മനിതർക്കാലം എന്ന പുസ്തകത്തിലെ ഒരധ്യായം ഫോട്ടോഗ്രാഫർ CMV നമ്പീശനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃഷ്ണപിള്ള ചിത്രത്തെക്കുറിച്ചുമാണ്. അതുകൊണ്ട് ആ ഭാഗം ഇവിടെ വിസ്തരിക്കുന്നില്ല. എന്തായാലും ഓരോ ആഗസ്റ്റ് 19 കടന്നു വരുന്നത് കൃഷ്ണപിള്ളയെ എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോഗ്രാഫറെയും ഓർത്തുകൊണ്ടാണ്. 2010 മാർച്ച് 23 78ാം വയസ്സിൽ ബംഗാളിലെ സിലിഗുരിയിലെ തൻ്റെ വിനീതമായ മൺകുടലിൽ വെച്ച് നക്സലിസ്റ്റ് ഇതിഹാസം കനു സന്യാലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുചുവരിൽ ഒരൊറ്റ ചിത്രം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതും CMV നമ്പീശൻ പകർത്തിയ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഈ അരിവാൾ ചുരുൾമുടി ചിത്രമായിരുന്നു. മനുഷ്യ സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും അവസാനമില്ലാത്ത സ്ഥിതിസമത്വ സ്വപ്നങ്ങളുടെയും മന്ദസ്മിതമല്ലാതെ മറ്റെന്താണത്? 906 ആഗസ്റ്റ് 19 വൈക്കത്ത് ജനിച്ച കൃഷ്ണപിള്ളയ്ക്ക് വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ 18 വയസ്സായിരുന്നു പ്രായമെന്ന് പറഞ്ഞല്ലോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു ദൃക്സാക്ഷി മാത്രമായിരുന്നു കൃഷ്ണപിള്ള. സത്യാഗ്രഹത്തെ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. സത്യാഗ്രഹികൾക്ക് നേരെ മേൽജാതിക്കാർ നടത്തിയ ക്രൂരമർദ്ദനങ്ങൾ അദ്ദേഹത്തെ രോഷം കൊള്ളിക്കുകയും ചെയ്തിരുന്നു. മലബാർ ലഹളയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന ഒരു സംഘടിത ജനമുന്നേറ്റം എന്നാണ് വൈക്കം സത്യാഗ്രഹത്തെ കൃഷ്ണപിള്ള പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം അധികകാലം കൃഷ്ണപിള്ള വൈക്കത്തുണ്ടായിരുന്നില്ല. ആ സത്യാഗ്രഹത്തിന് ശേഷം അതുപോലെ ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളൊന്നും വൈക്കത്ത് നടന്നിട്ടുമില്ല. വെമ്പനാട്ടുകായലിനക്കരെയാണ് പിന്നീട് സമരങ്ങളെല്ലാം കൊടുമ്പിരിക്കൊണ്ടത്. സമരങ്ങളുടെ സമരമായ മഹത്തായ പുന്നപ്ര വയലാർ സമരം,
അതിന്റെ സൂത്രധാരൻ കൃഷ്ണപിള്ളയായിരുന്നു. കായലിനക്കരെ മാത്രമല്ല, കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കയ്യൂരിലും കരിവള്ളൂരിലും വടക്ക് മംഗലാപുരത്തും തെക്ക് നാഗർകോവിലിലും വരെ കൃഷ്ണപിള്ള ചെല്ലുന്നിടത്തെല്ലാം പ്രക്ഷോഭങ്ങൾ കൊടുങ്കാറ്റുകൾ പോലെ കൂടിച്ചെന്നു. 13-ാം വയസ്സിൽ അച്ഛനും 14-ാം വയസ്സിൽ അമ്മയും മരിച്ച കൃഷ്ണപിള്ള കുടുംബഭാരം ചുമലിലേറ്റി ആദ്യം ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. 1927 21-ാം വയസ്സിൽ അലഹബാദിലേക്ക് ഹിന്ദി പഠിക്കാൻ നാടുവിട്ടു. ഹരിദ്വാറിലെ സത്രത്തിൽ തല മുണ്ടനം ചെയ്ത് പൂണൂലിട്ടിരുന്ന ആ കറുത്ത ദൃഢഗാത്രനായ ചെറുപ്പക്കാരനെ കുറിച്ച് പിൽക്കാലത്ത് ഹിന്ദി പ്രചാരകനായി മാറിയ PK നായർ സ്മരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പൂണൂൽ വേഷമെന്ന് ചോദിച്ചപ്പോൾ സൗജന്യ ഭക്ഷണത്തിന് വേണ്ടിയെന്നായിരുന്നു കൃഷ്ണപിള്ളയുടെ രസികൻ മറുപടി. അലഹബാദിലെ പഠനകാലം കൃഷ്ണപിള്ളയ്ക്ക് ഹിന്ദി പഠിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല. ലോകമെങ്ങും നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ കൂടി പഠിക്കാനുള്ള പാഠശാലയായിരുന്നു. ലോകചരിത്രത്തെ തിരുത്തിക്കുറിച്ച ഒക്ടോബർ വിപ്ലവം കഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടതേയുള്ളൂ. MN റോയ് മോസ്കോയിൽ പോയി ലെനിനെ കണ്ടതും താഷ്കണ്ടിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നതുമെല്ലാം കൃഷ്ണപിള്ള അറിയുന്നത് അലഹബാദ് കാലത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നായകൻ എന്ന നിലയിൽ MN റോയ് ഇന്ത്യയിലെ വിവിധ വിപ്ലവ ഗ്രൂപ്പുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബോംബെയിൽ S.A. ഡാംഗെയും കൽക്കത്തയിൽ മുസഫർ അഹമ്മദും മദ്രാശിയിൽ ശിങ്കാരവേലി ചെട്ടിയാരും പാർട്ടി കെട്ടിപ്പടുക്കാൻ തുടങ്ങിയിരുന്നു. കൃഷ്ണപിള്ള അലഹബാദിൽ എത്തുന്നതിന് 2 വർഷം മുമ്പായിരുന്നു 3 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള കാൺപൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1-ാം കോൺഗ്രസ് നടന്നത്. SV ഘാട്ടിയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി. 1937 കോഴിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് യോഗത്തിലേക്ക് കേന്ദ്ര കമ്മിറ്റി പ്രതിനിധിയായി എത്തിയപ്പോഴാണ് കൃഷ്ണപിള്ള ആദ്യമായി മംഗലാപുരംകാരനായ ഘാട്ടയെ കാണുന്നത്. അലഹബാദ് അക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ പല ഭീകര പ്രസ്ഥാനങ്ങളും ഉരുവം കൊണ്ടത് അലഹബാദിലും പരിസരങ്ങളിലുമായിരുന്നു. മീററ്റ് ഗൂഢാലോചന കേസ് പ്രതികളെ രക്ഷിക്കാനായി മഹാത്മാഗാന്ധിയും മോത്തിലാൽ നെഹ്റുവും അലഹബാദിലെത്തിയത് കൃഷ്ണപിള്ളയുടെ മനസ്സിലും സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തീപ്പൊരി വിതറി. ഹിന്ദിയിൽ സാഹിത്യ വിശാരദ ബിരുദം നേടി നാട്ടിലെത്തിയ കൃഷ്ണപിള്ള തൃപ്പൂണിത്തുറയിൽ ഒരു നല്ല ശമ്പളത്തിൽ ഹിന്ദി പ്രചാരകനായി ജോലിയിൽ ചേർന്നു. അലഹബാദിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ അലകടൽ ഉള്ളിൽ പേറി വന്ന ആ ചെറുപ്പക്കാരന് പക്ഷെ അങ്ങനെ ഒരു ജോലിയിൽ അടങ്ങിയിരിക്കാനാവുമായിരുന്നില്ല. കൃഷ്ണപിള്ള തിരുവനന്തപുരത്തെ തൈക്കാട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇങ്ങനെയൊരു കത്തെഴുതി. തിരുവനന്തപുരത്ത് നിന്ന് പയ്യന്നൂരേക്ക് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തണം. 1930 ജനുവരി 27 ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് നിന്ന് പൊന്നര സീതറും NC ശേഖറും NP കുരുക്കളുമെല്ലാം ഉൾപ്പെടുന്ന ഉപ്പു സത്യാഗ്രഹ ജാഥ പുറപ്പെടാൻ തീരുമാനിച്ചത്. എന്നാൽ ഏപ്രിൽ 30 വരെ കാത്തിരിക്കാനാവുമായിരുന്നില്ല കൃഷ്ണപിള്ളയ്ക്ക്. മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് 78 അനുയായികൾക്കൊപ്പം ഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പുകുറുക്കി സത്യാഗ്രഹം ആരംഭിച്ചു. അതേ ദിവസം തന്നെ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് പേർ പയ്യന്നൂർ യാത്രയ്ക്കായി കോഴിക്കോട്ട് തമ്പടിച്ചു. അതിൽ നിന്ന് 28 പേരെയാണ് കേളപ്പൻ വളണ്ടിയർമാരായി തിരഞ്ഞെടുത്തത്. അതിലൊരാളായിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന് ഹിന്ദി പ്രചാരക ഉദ്യോഗം രാജിവെച്ചുവെന്ന കൃഷ്ണപിള്ള. പ്രായക്കുറവ് കാരണം K. ദാമോദരനെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഉൾപ്പെടുത്തിയില്ല. മടങ്ങിപ്പോയ ദാമോദരൻ ഉപരിപഠനത്തിന് കാശി വിദ്യാപീഠത്തിലെത്തി. എല്ലാവർക്കും മുമ്പേ, അതായത് കൃഷ്ണപിള്ളയ്ക്ക് മുമ്പേ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായി തിരിച്ചു വന്നു. കേരളത്തിന്റെ ആദ്യത്തെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായി, കേരള മാർക്സായി വിശേഷിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട K. ദാമോദരൻ കൈവയ്ക്കാത്ത വിജ്ഞാന മേഖലകളില്ല, സ്വായത്തമാക്കാത്ത ഭാഷയുമില്ല. ഇന്ത്യയുടെ ആത്മാവും ഭാരതീയ ചിന്തയും ഉൾപ്പെടെ 40ഓളം ഗ്രന്ഥങ്ങളിൽ പരന്നുകിടക്കുന്ന ദാമോദരന്റെ ദൈക്ഷണിക ജീവിതവും കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ജീവിതവും മറ്റൊരിക്കൽ പറയേണ്ടുന്ന മറ്റൊരു കഥയാണ്. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന പയ്യന്നൂരായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിന്റെയും കേന്ദ്രം. K. കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ മൊയ്യാരത്ത് ശങ്കരനും AKGയും കേരളീയനും ഭാരതീയനുമെല്ലാമായിരുന്നു അംഗങ്ങൾ. സത്യാഗ്രഹ ജാഥയുടെ ഏറ്റവും മുന്നിൽ അത്യന്തം ആവേശത്തോടെ പോരാ പോരാ നാളിൽ നാളിൽ ദൂരാദൂര മുയരട്ടെ എന്ന് ഘനഗംഭീരമായി പാടി നടന്ന ആ തിരുവിതാംകൂറുകാരൻ ആരാണ് എന്ന് ആദ്യം അന്വേഷിച്ചത് KPR ഗോപാലനാണ്. കാരണം അന്ന് മലബാറായിരുന്നല്ലോ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈറ്റില്ലം. മലബാറുകാരായിരുന്നല്ലോ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അതിനെല്ലാം കാരണം മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നതുകൊണ്ടും. കൃഷ്ണപിള്ള പക്ഷെ ജന്മം കൊണ്ട് മാത്രമാണ് തിരുവിതാംകൂറുകാരൻ. കർമ്മം കൊണ്ട്
അദ്ദേഹം കേരളം മുഴുവൻ പരന്നുകിടന്നു. മൂന്നായി പിരിഞ്ഞ അന്നത്തെ മുഴുവൻ കേരളവും ആദ്യമായി ഒരൊറ്റ നേതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആവേശപൂർവ്വം അണിനിരന്നിട്ടുണ്ടെങ്കിൽ അതാണ് സഖാവ് പി കൃഷ്ണപിള്ള. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, കൃഷ്ണപിള്ള കടന്നു ചെന്നിട്ടില്ലാത്ത ഏതു നാടുണ്ട് കേരളത്തിൽ? പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശം അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന സാമുവൽ ആറോന്റെ കെട്ടിടത്തിലായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ക്യാമ്പ്. സമരക്കാർ ഉപ്പ് കുറുക്കാതിരിക്കാൻ സ്ഥലത്തെ ഉപ്പുപാടങ്ങളെല്ലാം പോലീസ് ഉഴുതുമറിച്ചു. ഉപ്പ് നിയമം ലംഘിക്കാൻ സത്യാഗ്രഹികൾ കുഞ്ഞിമംഗലത്തേക്ക് പോയി. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നഗ്നപാതനായി ഉപ്പുവെള്ളം കോരിച്ചുമൊന്ന് കുറുക്കി ഉപ്പുണ്ടാക്കി വിതരണം ചെയ്യുന്നതാണ് സമരം. അപ്പോൾ പോലീസ് തടയും, ഏറ്റുമുട്ടലാവും. കോഴിക്കോട് ഖിലാഫത്ത് കടപ്പുറത്താണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടലുണ്ടായത്. തീയിൽ കുരുത്ത സത്യാഗ്രഹികൾ വെയിലത്ത് വാടിയില്ല. സമരക്കാർക്കുമേൽ പോലീസ് മർദ്ദനങ്ങൾ മഴ പോലെ പെയ്തു. ഘോരമർദ്ദനവും ലാത്തിച്ചാർജുമേറ്റിട്ടും ത്രിവർണ്ണ പതാക കൈവിടാത്ത ആ ധർമ്മഭടനെ അന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. പി കൃഷ്ണപിള്ള എന്ന പേര് കേരളം ആദ്യമായി കേൾക്കുന്നത് കെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ നിയമലംഘന സമരത്തിലൂടെയാണ്. കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത കൃഷ്ണപിള്ളയെ കണ്ണൂർ ജയിലിലാണ് അടച്ചത്. കണ്ണൂർ ജയിലിൽ നിന്നാണ് അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള തീവ്ര വിപ്ലവകാരികളുമായി അടുക്കുന്നത്. ആശയപരമായി ഗാന്ധിസത്തിൽ നിന്ന് അകലാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബംഗാൾ നേതാക്കളായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം നടത്തി ജയിലിലെത്തിയ കൃഷ്ണപിള്ളയെ അവർ പരിഹസിച്ചു. ലജ്ജയിലെ ഉപ്പുവാരി ജയിലിലേക്ക് വരാൻ, ധൈര്യമുണ്ടെങ്കിൽ പോയി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഖജനാവ് വാരി വരൂ. ജയിൽ മോചിതനായ കൃഷ്ണപിള്ള സഹതടവുകാരനായ കാഞ്ഞങ്ങാട്ടെ കെ മാധവന് എഴുതിയ കത്ത് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു തുടങ്ങിയതിന്റെ രേഖയാണ്. ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ മാധവേട്ടൻ അത് വിശദമായി വിവരിക്കുന്നുണ്ട്. വടക്കൻ ഭാഷയിൽ അനിയ എന്ന് അഭിസംബോധന ചെയ്തുള്ള കത്തിൽ കൃഷ്ണപിള്ള മാധവനോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: നീ പാവങ്ങളുടെ കോൺഗ്രസിലോ അല്ല പണക്കാരുടെ കോൺഗ്രസിലോ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഹ്വാനമായിരുന്നു 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 ഒക്ടോബർ 21 AKGയുടെയും TS തിരുമുമ്പിന്റെയും നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഹരിജന ജാഥ പുറപ്പെട്ടു. ഹരിജന ജാഥ ആദ്യ നമ്പൂതിരിമാരിൽ പെടുന്ന തിരുമുമ്പ് തന്നെ മുമ്പിൽ നിന്ന് നയിക്കണമെന്ന് സത്യാഗ്രഹ നായകനായ കെ കേളപ്പൻ ആഗ്രഹിച്ചു. നാടെങ്ങുമുള്ള ആവേശജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ ഗുരുവായൂരിലെ മഞ്ജുളാൽ തറയിലെത്തിയത്. ആദ്യത്തെ ദിവസം തന്നെ കൃഷ്ണപിള്ളയെയും AKGയെയും തിരുമുമ്പിനെയും അറസ്റ്റ് ചെയ്തു. ജയിൽ വിട്ടു വന്നവർ വീണ്ടും സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹം ഇത്തരത്തിൽ ജീവനില്ലാതെ മുന്നോട്ടു പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് കൃഷ്ണപിള്ള തന്റെ നയം വ്യക്തമാക്കി. ക്ഷേത്ര സോപാനത്തിൽ കയറി മണിയടിക്കാൻ അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. കനത്ത കാവലിലുമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. പി കൃഷ്ണപിള്ള കാവൽക്കാരെ എല്ലാം തള്ളിമാറ്റി ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചു. അത്രയും നേരം കാവൽക്കാർ മുട്ടൻ വടിയുമായി കൃഷ്ണപിള്ളയെയും അടിച്ചുകൊണ്ടിരുന്നു. ക്ഷേത്രഗുണ്ടകൾ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ കൃഷ്ണപിള്ള ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഉശിരുള്ള നായർ മണിയടിക്കും, ഇളനക്കി നായർ പുറത്തടിക്കും. 1932 കോഴിക്കോട് ജയിലിൽ വെച്ചാണ് കൃഷ്ണപിള്ള EMSനെ കണ്ടുമുട്ടുന്നത്. ഒരു ഇടതുപക്ഷ ദേശീയവാദിയായിരുന്ന തന്നെ കമ്മ്യൂണിസ്റ്റായി രൂപപ്പെടുത്തിയത് കൃഷ്ണപിള്ളയായിരുന്നുവെന്ന് EMS ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണപിള്ള നേരെ പോയത് കോഴിക്കോട്ടെ നെയ്ത്തുതൊഴിലാളികൾക്കിടയിലേക്കാണ്. കോഴിക്കോട്ടെ ആദ്യത്തെ തൊഴിലാളി സംഘടന നെയ്ത്തുതൊഴിലാളി യൂണിയനായിരുന്നു. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി പി കൃഷ്ണപിള്ളയും. പിന്നാലെ തിരുവണ്ണൂർ കോട്ടൺ മില്ലിലും ഫറോക്കിലെയും പുതിയറയിലെയും ഓട്ട് കമ്പനികളിലും കോമൺവെൽത്ത് ഫാക്ടറിയിലും തൊഴിലാളി സംഘടന രൂപീകരിക്കാൻ കൃഷ്ണപിള്ള തന്നെ മുൻകൈയെടുത്തു. 1932 39 ഇടയിൽ കേരളം അങ്ങോളം ഇങ്ങോളം 100ഓളം ട്രേഡ് യൂണിയനുകൾക്ക് കൃഷ്ണപിള്ള രൂപം നൽകി. അതോടെ പണിമുടക്കുകളും തൊഴിലാളി ജാഥകളും പതിവായി. ബംഗാളിലെ ഭീകര സംഘടനയായ അനുശീലൻ സമിതിയിൽ അംഗമായിരുന്ന കൃഷ്ണപിള്ള ബംഗാൾ ട്രേഡ് യൂണിയൻ നേതാവായ സുരേന്ദ്രനാഥ ബാനർജിയെ കോഴിക്കോട്ടെത്തിച്ച് പ്രസംഗിപ്പിച്ചു. ഇംഗ്ലീഷിലുള്ള ബാനർജിയുടെ പ്രസംഗം മനോഹരമായി തർജ്ജമ ചെയ്ത പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പിൽക്കാലത്ത് കെ ദാമോദരൻ എഴുതിയിട്ടുണ്ട്. വിപ്ലവത്തെക്കുറിച്ചുള്ള ആദ്യകാലത്തെ കണ്ടപ്പെട്ട പല ഇംഗ്ലീഷ് പുസ്തകങ്ങളും തനിക്ക് എത്തിച്ചു നൽകിയത് കൃഷ്ണപിള്ളയാണെന്നും അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. 1934 മേയിൽ പാട്നയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തോടെയാണ് കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് ചേരി ശക്തിപ്പെട്ടത്. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് CK ഗോവിന്ദൻ നായരായിരുന്നു.
സെക്രട്ടറി പി കൃഷ്ണപിള്ളയും, AKG KPR ഗോപാലൻ, AV കുഞ്ഞമ്പു, AC കണ്ണൻ നായർ, KP ഗോപാലൻ, വിഷ്ണു ഭാരതിയൻ, KA കേരളീയൻ, NE ബലറാം, N സുബ്രഹ്മണ്യ ഷേണായി, CH കണാരൻ, TC നാരായണൻ നമ്പ്യാർ, K മാധവൻ, കാന്തലോട്ട് കുഞ്ഞമ്പു തുടങ്ങിയ അക്കാലത്തെ മലബാറിലെ പ്രമുഖ നേതാക്കളെല്ലാം കോഴിക്കോട്ട് നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു. 1934 ഒക്ടോബറിൽ ബോംബെയിൽ നടന്ന സോഷ്യലിസ്റ്റ് സമ്മേളനത്തിലേക്ക് പി കൃഷ്ണപിള്ളയ്ക്കൊപ്പം EMSഉം CH കണാരനും മഞ്ജുനാഥ റാവുവും K ദാമോദരനും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അതിനു 3 വർഷം മുമ്പേ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂർ ശാഖ എന്ന നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് തിരുവനന്തപുരം തൈക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. 1931 രൂപം നൽകിയ കമ്മ്യൂണിസ്റ്റ് ലീഗിൽ 7 പേരായിരുന്നു അംഗങ്ങൾ. പൊന്നർ ശ്രീധർ, NP കുരിക്കൾ, NC ശേഖർ, തിരുവട്ടാർ താണുപിള്ള, ശിവശങ്കരപിള്ള, RP അയ്യർ, തൈക്കാട് ഭാസ്കരൻ, NP കുരിക്കളായിരുന്നു സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപവൽക്കരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർക്ക് വധശിക്ഷ നൽകുന്ന വിധി വന്നത്. 1931 മാർച്ച് 21 ആ ധീര വിപ്ലവകാരികളെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ നേതാക്കളായിരുന്നു. അതേ വർഷം വടകര നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് വിജ്ഞാപനങ്ങളുമായി NC ശേഖർ പങ്കെടുത്തു. അന്ന് ചാലപ്പുറത്തെ കോങ്ങാട്ട് രാമൻ മേനോന്റെ വീട്ടിൽ നിന്ന് പി കൃഷ്ണപിള്ളയെ കണ്ട് തന്റെ കമ്മ്യൂണിസ്റ്റ് വിജ്ഞാപനം നൽകുമ്പോൾ കൃഷ്ണപിള്ള വാദിച്ചത് ഗാന്ധി മാർഗത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ് രസം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മീററ്റ് സമ്മേളനം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം മാർക്സിസമായി തീരുമാനിക്കപ്പെട്ടതോടെയാണ് കൃഷ്ണപിള്ള ഗാന്ധി മാർഗം വെടിഞ്ഞത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ കൈവഴികളും ഒരൊറ്റ ദിശയിലേക്ക് തന്നെ സംഗമിച്ചു. 1936 തന്നെ കോഴിക്കോട് ചെങ്കൊടിയേന്തിയുള്ള സമരങ്ങളും പ്രത്യക്ഷപ്പെട്ടു. വടക്കൻ ഗ്രാമങ്ങളിൽ ജന്മിമാർക്കെതിരെ പാട്ടക്കുടിയന്മാർ സംഘടിക്കാൻ തുടങ്ങി. ഫാക്ടറികൾ ചെറുതും വലുതുമായ തൊഴിലാളി സമരങ്ങളാൽ മുഖരിതമായി. 1937 SS ബട്ട്ലിവാലയുടെ അധ്യക്ഷതയിൽ നടന്ന അഖില കേരള തൊഴിലാളി സമ്മേളനം പി കൃഷ്ണപിള്ളയെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ കോഴിക്കോട്ടെ പാളയത്തുള്ള ഒരു പച്ചക്കറിക്കടയുടെ മുകളിലേക്ക് അതീവ രഹസ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രതിനിധി SV ഘാട്ടെ എത്തി. ഒപ്പം കൃഷ്ണപിള്ള, K ദാമോദരൻ, EMS, NC ശേഖർ എന്നീ 4 സംഘവും. അതിൽ K ദാമോദരൻ ബനാറസിലെ പഠനകാലത്ത് തന്നെ പാർട്ടി അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. പുതുതായി രൂപം കണ്ട ഘടകത്തിന്റെ സെക്രട്ടറിയായും പി കൃഷ്ണപിള്ളയെ തീരുമാനിച്ചു. 1939 പിണറായി പാറപ്പുറം സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ആ 4 സംഘമായിരുന്നു. പിണറായിയിലെ വടവതി അപ്പുക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് അർദ്ധരാത്രി വരെ നടന്ന യോഗത്തിൽ 90ഓളം പേർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപം കൊണ്ടതായി പി കൃഷ്ണപിള്ള സഖാക്കളെ അറിയിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് പറശ്ശിനിക്കടവിൽ നടന്ന യോഗം കൃഷ്ണപിള്ള സെക്രട്ടറിയായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് രൂപം നൽകി. ചിറക്കൽ താലൂക്ക് കേന്ദ്രീകരിച്ച് രഹസ്യ കേന്ദ്രവും ആരംഭിച്ചു. സെക്രട്ടറി പി കൃഷ്ണപിള്ള ഒളിവിൽ പോയി. 1940 ജനുവരി 26 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന വിവരമറിയിച്ച് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. പോലീസും പട്ടാളവും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാനിറങ്ങി. നാടുവാഴികൾ വിരണ്ടു. ജന്മിമാർ ഗുണ്ടകളെ കാവൽ നിർത്തി. കൃഷ്ണപിള്ള കേരളം അങ്ങോളം ഇങ്ങോളം പോലീസിനെയും പട്ടാളത്തിനെയും വെട്ടിച്ച് കാടും മലയും താണ്ടി വേഷം മാറിയും ഒളിപ്പാർത്തും മാനായും മാരീജനായും എന്നും പറയും പോലെ പ്രത്യക്ഷപ്പെട്ടും അപ്രത്യക്ഷപ്പെട്ടും കൊണ്ടിരുന്നു. ഇന്ന് കോഴിക്കോട് കോമൺവെൽത്ത് ഫാക്ടറിയിൽ കണ്ട കൃഷ്ണപിള്ള നാളെ പാപ്പിനിശ്ശേരിയിൽ ആറോൺ മില്ലിൽ സമരത്തിലെത്തും. മറ്റന്നാൾ കയ്യൂരിലും ക്ലായിക്കോട്ടും എത്തും. അത് കഴിഞ്ഞ് കാടകത്ത്, പിന്നെ കരിവെള്ളൂരിൽ നിന്ന് മുങ്ങിയ കൃഷ്ണപിള്ളയെ പിന്നെ കാണുക ആലപ്പുഴയിലോ ചേർത്തലയിലോ ആയിരിക്കും. അങ്ങനെ എവിടെയും എപ്പോഴും സഖാക്കൾ ആശിക്കുമ്പോഴെല്ലാം സഖാക്കളുടെ സഖാവ് സമരങ്ങൾക്ക് മൂർച്ച കൂട്ടാനെത്തി. ഒരു മനുഷ്യൻ തന്റെ 2 കാൽ കൊണ്ട് എങ്ങനെ കേരളം തലങ്ങും വിലങ്ങും ഇങ്ങനെ അളന്നു നടന്നുവെന്ന് ഓർത്താൽ അന്താളിക്കുകയേ ഇന്നും നിർവാഹമുള്ളൂ. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും രണ്ടാമത് ആവർത്തിച്ചിട്ടില്ലാത്ത അത്യുജ്വലമായ ഏടുകളാണവ. നാൽപ്പതുകളിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ രഹസ്യരേഖകൾ അച്ചടിക്കുന്ന ഒരു അച്ചടിശാലയുണ്ടായിരുന്നു. ഒരു ദിവസം കൃഷ്ണപിള്ളയുടെ സന്ദേശം എത്തുന്നു. ആ പ്രസ് അവിടെ നിന്ന് മാറ്റണം. സംശയകരമായ നിലയിൽ ഒരാളും എത്തിയതായി പ്രവർത്തകർ ഓർക്കുന്നില്ല. ആകെ കൂടി എത്തിയത് ഒരു പായ വിൽപ്പനക്കാരനായിരുന്നു. മറ്റാരുമല്ല ആ പായ വിൽപ്പനക്കാരൻ, സഖാവ് കൃഷ്ണപിള്ളയായിരുന്നു. അച്ചടിശാല സുരക്ഷിതമാണോ എന്നറിയാൻ പാർട്ടി സെക്രട്ടറി തന്നെ വേഷം മാറി വന്ന ആ കഥ പറഞ്ഞത്
കേസരി എ ബാലകൃഷ്ണപിള്ളയായിരുന്നു. 40കളുടെ ആദ്യം കോളറയുടെ കരാള നൃത്തമായിരുന്നു കേരളത്തിൽ. കോളറക്കാലത്തെ പ്രണയമല്ല, യുദ്ധമായിരുന്നു ജീവിതം. രോഗത്തോടും മരണത്തോടുമുള്ള യുദ്ധം. മലബാറിൽ മനുഷ്യർ പുഴുക്കളെ പോലെയാണ് ചത്തൊടുങ്ങിയത്. കമ്മ്യൂണിസ്റ്റുകാർ ജന്മിത്തത്തോടും സാമ്രാജ്യത്വത്തോടും എന്ന പോലെ പകർച്ചവ്യാധികളോടും പടവെട്ടി. നാടെങ്കും റിലീഫ് കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. സൗജന്യ ഭക്ഷണശാലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് അതൊരു അഗ്നിപരീക്ഷയായിരുന്നു. പിന്നീട് യുദ്ധം മുറുകിയപ്പോൾ, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഊഹക്കച്ചവടവും തെരുവാഴ്ച നടത്തിയപ്പോൾ, നാട് പട്ടിണിയിലും ക്ഷാമത്തിലും പൊറുതിമുട്ടിയപ്പോൾ ജന്മിമാരുടെ 10 പുരകൾ പൊളിക്കാൻ ആഹ്വാനം ചെയ്തതും മറ്റാരുമല്ല, മലബാറിൽ കയ്യൂരും കരിവെള്ളൂരും കാവുംബായിയും എല്ലാം ഉണർന്നെണീറ്റത് അങ്ങനെയായിരുന്നു. 40കളിലെ ഒരു കർക്കിടക മാസത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെത്തിയ സഖാവിന്റെ ഒരു ഓർമ്മചിത്രമുണ്ട് TV-ക്ക് എഴുതിയ സഖാവ് എന്ന പുസ്തകത്തിൽ. കൂരാക്കൂരി ഇരുട്ടും കോരിച്ചൊരിയുന്ന മഴയുമാണ്. മുനിഞ്ഞു കത്തുന്ന ടോർച്ചുമായി എസ്കോർട്ടിന് മറ്റൊരാൾ കൂടി സഖാവിന്റെ കൂടെയുണ്ട്. അഞ്ചരിക്കണ്ടിപ്പുഴ വെള്ളം പൊങ്ങി പരിസരം തിരിച്ചറിയാൻ പറ്റാതെ കടൽ പോലെ പരന്നു കിടന്നു. പാലത്തിന്റെ സ്ഥാനം ഏതാണ്ട് കാണിച്ചു കൊടുത്ത് എസ്കോർട്ടിന് വന്നയാൾ തപ്പിത്തപ്പി അക്കരെയെത്തി. പാലത്തിൽ ചവിട്ടിയ കൃഷ്ണപിള്ള കാലുതെറ്റി പുഴയിൽ വീണു. മറുകരയിൽ നിന്ന് എസ്കോർട്ടിന് നിലവിളിക്കാൻ പോലുമായില്ല. കയ്യിലുള്ള സഞ്ചി കൈവിടാതെ സഖാവിന് നീന്താനുമാവില്ല. എന്തു ചെയ്യും? എങ്ങനെയോ മുങ്ങിയും പൊങ്ങിയും കൃഷ്ണപിള്ള കരപറ്റി. ജീവനല്ലേ പ്രധാനം, സഞ്ചി ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്ന് എസ്കോർട്ട് ചോദിച്ചു. ഉപേക്ഷിക്കാനോ എന്ന് ചോദിച്ച് കൃഷ്ണപിള്ള ഒരു കടത്തിണ്ണയിലേക്ക് ചാടിക്കയറി. സഞ്ചിയിലെ കടലാസ് മുഴുവൻ നിലത്തു ചൊരിഞ്ഞു. എന്നിട്ട് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതൊരു വെറും സഞ്ചിയല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഓഫീസാണ്. ഓഫീസ് ഒലിച്ചുപോയാൽ സെക്രട്ടറി പിന്നെ എന്തു ചെയ്യും? 40കളിലെ ഒരു പുലർച്ചെ കരിവെള്ളൂർ മണക്കാട്ടെ ചായക്കട ബെഞ്ചിൽ നിന്ന് കുപ്പായം കുടഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ തന്നെ കൃഷ്ണപിള്ള എന്ന് പുഞ്ചിരി തൂകി വരുന്ന സഖാവിനെ കുറിച്ച് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായ AV കുഞ്ഞമ്പു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് കേരളത്തിലെ ഏതൊരു കുഗ്രാമത്തിലും ഏതു നേരവും പ്രത്യക്ഷപ്പെടാവുന്ന ഒരു മഹാസാധ്യതയായിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള. വടക്കൻ കേരളത്തിൽ സഖാവിനെ ചുറ്റിപ്പറ്റി വളർന്ന കഥകൾക്ക് ഇപ്പോഴും നാട്ടുപുരാവർത്തങ്ങളെക്കാൾ തിളക്കമുണ്ട്. അത്രയ്ക്ക് വിപുലമാണ് ദേശത്തിന്റെയും വ്യക്തികളുടെയും സഖാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ. കുത്തുകൾ ചേർത്ത് വെച്ച് കുട്ടികൾ ചിത്രം വരയ്ക്കുന്നത് പോലെ അവ കൂടി ചേർത്ത് വെച്ചാലേ കേരളത്തിന്റെ ചരിത്രവും സഖാവിന്റെ ജീവചരിത്രവും പൂർണ്ണമായി ലഭിക്കൂ. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, തന്റെ 42 വയസ്സിനുള്ളിൽ ഈ മനുഷ്യൻ നടന്നെത്താത്ത ഏതു പ്രദേശമുണ്ട് കേരളത്തിൽ? സഖാവ് പി കൃഷ്ണപിള്ള സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഇനി ആരെങ്കിലും ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടാവില്ല. ആ നിരയിലെ അവസാനത്തെ ആളായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. ആലപ്പുഴയിലെ ആസ്പിൻവാൾ കമ്പനിയിൽ പട്ടാളക്കാർക്കുള്ള ടെന്റ് തയ്ക്കുന്ന സമയത്താണ് കൃഷ്ണപിള്ള VSന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. വന്നയുടനെ സഖാവ് ഒരേയൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഈ ഫാക്ടറി പണി നിർത്തിക്കൂടെ നിനക്ക്? എന്നിട്ട് കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകനായിക്കൂടെ എന്ന്. മറ്റാരെങ്കിലുമാണത് ചോദിച്ചിരുന്നെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലെന്ന് തന്നെ പറയുമെന്ന് VS പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചോദിച്ചത് കൃഷ്ണപിള്ളയാണ്. ഒരാൾക്കും സഖാവിനോട് പറ്റില്ലെന്ന് പറയാനാവില്ല. ഒരിക്കലും സഖാവ് ഒരാളോടും അങ്ങനെ വെറുതെ ഒന്നും പറയുകയുമില്ല. കാര്യങ്ങളും കാരണങ്ങളും അറിഞ്ഞുള്ള ചോദ്യമായിരിക്കും അത്. തങ്ങൾക്ക് പറ്റിയൊരു പ്രവർത്തകനെ കണ്ടാൽ അപ്പോൾ തന്നെ സഖാവ് അയാൾക്ക് പറ്റിയ ഒരു പദ്ധതി രൂപപ്പെടുത്തും. അങ്ങനെ എത്രയെത്ര നേതാക്കളെ സൃഷ്ടിച്ച സംഘടനാ പാഠവുമാണത്. അങ്ങനെ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പാർട്ടിയുടെ പ്രാദേശിക സെക്രട്ടറി VS സൈമൺ എന്ന സൈമണാശാൻ 1940 VSന് പാർട്ടി അംഗത്വം നൽകിയത്. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് VSന്റെ പ്രവർത്തന മണ്ഡലം കുട്ടനാട്ടിലേക്ക് മാറിയതും. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് അടിമത്തൊഴിലാളികൾ അവകാശബോധമുള്ള ജനതയായത് VSന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും പിന്നിൽ അണിനിരന്നുകൊണ്ടാണ്. സഖാവ് പി കൃഷ്ണപിള്ള കണ്ടെത്തിയ നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആ പോരാളിയും കെട്ടടങ്ങിയ മണ്ണിൽ നിന്നാണ് ഈ ആഗസ്റ്റ് 19 കൊടിയുയരുന്നത്. ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഈ ദിനത്തിൽ കൃഷ്ണപിള്ളയ്ക്കൊപ്പം VSനുമുള്ളതാണ്. 1939 പി കൃഷ്ണപിള്ളയുടെ മേൽനോട്ടത്തിൽ കല്യാശ്ശേരിയിൽ ആരംഭിച്ച ബാലസംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു ഏറമ്പാല കൃഷ്ണൻ നായനാർ അഥവാ EK നായനാർ. സെക്രട്ടറി P കുഞ്ഞനന്ദൻ നായർ.
അഥവാ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ കലവറയായിരുന്നു കുഞ്ഞനന്ദൻ നായർ. പി കൃഷ്ണപിള്ളയെ ആദ്യമായി കണ്ട അനുഭവം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. 1938 12-ാം വയസ്സിൽ TC നാരായണൻ നമ്പ്യാരുടെ നാറാത്തെ വീട്ടിൽ ട്യൂഷന് പോകുമ്പോഴാണ് കുഞ്ഞനന്ദൻ ആദ്യമായി സഖാവിനെ കാണുന്നത്. തറവാടിന്റെ ഉമ്മറത്ത് പുൽപ്പായിൽ ഈറന്തോർത്തുടത്ത് ഒരാൾ ഇരിക്കുന്നു. മുറ്റത്തെ അയയിൽ ഒരു ഖദർമുണ്ടും ഷർട്ടും നനച്ചുണങ്ങാനിട്ടിരിക്കുന്നു. വസ്ത്രം ഉണങ്ങിയിട്ട് വേണം അത് ധരിച്ച് സഖാവിന് യാത്ര തുടരാൻ. കൃഷ്ണപിള്ള കുഞ്ഞനന്ദനെ അടുത്തേക്ക് വിളിച്ച് പേര് ചോദിച്ചു. ആദ്യ കാഴ്ചയിൽ മനസ്സിൽ തീരുമാനിച്ചു, ഇവനാകട്ടെ ബാലസംഘത്തിന്റെ സെക്രട്ടറി എന്ന്. കൃഷ്ണപിള്ള വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കേരളത്തിന്റെ തെക്കേയറ്റത്തു നിന്നും വടക്കേയറ്റത്തേക്കും തിരിച്ചും നടത്തുന്ന നീണ്ട പദയാത്രകളുടെ കാലം. ഗ്രാമാന്തരം കേഡർമാരെ കണ്ടുപിടിക്കാനുള്ള യാത്രയ്ക്ക് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ വേറെ മാതൃകകളില്ലെന്നും കുഞ്ഞനന്ദൻ നായർ എഴുതിയിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തിലും 2-3 ഉശിരന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ച് പാർട്ടിയെ അവരെ ഏൽപ്പിക്കുന്നതാണ് കൃഷ്ണപിള്ളയുടെ രീതി. മംഗലാപുരത്ത് കക്കിലിയും കമ്മത്തുമാണെങ്കിൽ കാസർകോട്ട് K മാധവനും അമ്പുനായരുമായിരിക്കും അത്. ചെറുവത്തൂരിൽ TS തിരുമുമ്പും VV കുഞ്ഞമ്പുവും, കരിവെള്ളൂരിൽ AV കുഞ്ഞമ്പുവും P കുഞ്ഞിരാമനും കൃഷ്ണൻ മാഷും, പയ്യന്നൂരിൽ N സുബ്രഹ്മണ്യ ഷേണായിയും P കണ്ണൻ നായരും, കണ്ണൂരിലെത്തിയാൽ C കണ്ണനും നരിക്കുട്ടി മാധവനും, ചെറുവണ്ണൂർ കോട്ടൺ മില്ലിലെത്തിയാൽ പെരച്ചൂട്ടി, ആറോൺ മില്ലിലെത്തിയാൽ കാന്തലോട്ട് കുഞ്ഞമ്പു, ആലപ്പുഴ കയർ ഫാക്ടറിയിലെത്തിയാൽ PK കുഞ്ഞനും KV പത്രോസും VS അച്യുതാനന്ദനും, തിരുവനന്തപുരത്ത് KC ജോർജ്, സൈമണാശൻ, വിശ്വനാഥൻ. ഇതെല്ലാം കൃഷ്ണപിള്ളയുടെ ശിഷ്യന്മാരിൽ ചിലർ മാത്രം. പ്രവർത്തകരെ കണ്ടെത്തൽ മാത്രമല്ല, വിപ്ലവ പ്രവർത്തനം അവരുടെ ജീവിത ലക്ഷ്യം തന്നെയാക്കി മാറ്റും കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയുടെ കൺമുന്നിലെത്തുന്ന ആരും വശ്യമായ പെരുമാറ്റത്തിലും കാന്തിക വലയത്തിലും അകപ്പെടും. ആ ആജ്ഞാശക്തിക്ക് കീഴടങ്ങും. ഇല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഇങ്ങനെ ചുവക്കുമോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാരൂപത്തിലുള്ള പ്രണയകഥയാണ് മധുരകൾ. ജയിൽ ഭിത്തിക്കപ്പുറത്ത് നിന്ന് പരസ്പരം കണ്ടുമുട്ടാതെയുള്ള ബഷീറിന്റെയും നാരായണിയുടെയും പ്രണയം നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് കൃഷ്ണപിള്ളയുടെയും തങ്കമ്മയുടെയും പ്രണയം അറിയുമോ? വർഷം 1940. സ്ഥലം ശുചീന്ദ്രത്തിനടുത്തെ എടലാക്കുടി ജയിൽ. സഹപാഠികൾക്കൊപ്പം തങ്കമ്മ ശുചീന്ദ്രത്തിൽ നിന്ന് നാഗർകോവിലിലെ ഒരു ഹിന്ദി വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. വഴിയിൽ വെച്ച് അക്കാലത്തെ 5 രൂപ പോലീസായ അയ്യൻ പിള്ളയെ കണ്ടു. അയ്യൻ പിള്ള ഹിന്ദി പുസ്തകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്ന് തങ്കമ്മയോട് പറഞ്ഞു. അവിടെ ജയിലിലുള്ള ഒരു കോൺഗ്രസ്സുകാരന് വേണ്ടിയാണെന്നും പറഞ്ഞു. തങ്കമ്മ കയ്യിലുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത എന്ന നാടകം നൽകി. 5 ദിവസം കഴിഞ്ഞ് പുസ്തകം തിരികെ വന്നപ്പോൾ പിന്നിലെ പേജിൽ ഇങ്ങനെയൊരു ചോദ്യം: ആപ്കാ നാം ക്യാ ഹൈ? തടവിൽ കിടക്കുന്ന ധീരനായ ദേശാഭിമാനിയെ തങ്കമ്മ മനസ്സിൽ സങ്കല്പിച്ച് അടുത്ത പുസ്തകത്തിൽ അതിനുള്ള മറുപടി എഴുതി. തങ്കമ്മ മേരി നാം ഹൈ. അങ്ങനെ പല പുസ്തകങ്ങളിലൂടെ തങ്കമ്മയുടെയും കൃഷ്ണപിള്ളയുടെയും പ്രണയം ഒളിച്ചു കടത്തപ്പെട്ടു. മൊറാഴ കേസിൽ KPR ഗോപാലിന് വധശിക്ഷ ലഭിച്ച വിവരമെല്ലാം കൃഷ്ണപിള്ള അറിയുന്നത് എടലാക്കുടി ജയിലിൽ നിന്നാണ്. തങ്കമ്മ അറിയുന്നത് കൃഷ്ണപിള്ളയിലൂടെയും. കൃഷ്ണപിള്ള തങ്കമ്മയെ കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ ജീവിത പങ്കാളിയാക്കി. എടലക്കുടിയിൽ നിന്ന് സഖാവ് പോകുമ്പോൾ കൂടെ തങ്കമ്മയും ഇറങ്ങി. 4 സഹോദരിമാരുടെ ഇടയിൽ നിന്നുള്ള തങ്കമ്മയുടെ ഇറങ്ങിപ്പോക്ക് അവരുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയുടെ മാനസിക നില തകർത്തു. ആലപ്പുഴയിലെത്തുമ്പോഴേക്കും തങ്കമ്മ ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റായി മാറിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണപിള്ളയുടെ ഭാര്യ എന്നതിനപ്പുറത്ത് വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ പോരാളിയായിരുന്നു തങ്കമ്മ. കൊച്ചു കൊച്ചു പാചകങ്ങളിൽ ആരെയും ആവേശഭരിതമാക്കുന്ന തങ്കമ്മയുടെ പ്രസംഗത്തെക്കുറിച്ച് KR ഗൗരിയമ്മ പറയാറുണ്ടായിരുന്നു. സഖാവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ എന്ന് പറയുന്നത് പോലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ തങ്കമ്മയായിരുന്നു. കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ തങ്കമ്മ ശുചീന്ദ്രത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അവിടെ നീലകണ്ഠ ശർമ്മയുമായുള്ള വിവാഹത്തിൽ തങ്കമ്മയ്ക്ക് ജനിച്ച 3 മക്കളിൽ ഒരാളാണ് പിൽക്കാലത്ത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റിലെ കണ്ണാടിയുടെ അവതാരകനുമായിരുന്ന TN ഗോപകുമാർ. തൻ്റെ അമ്മയാകുന്നതിന് മുമ്പ് ഒരു ചരിത്ര പുരുഷന്റെ ഭാര്യയാകേണ്ടി വന്ന തങ്കമ്മയെക്കുറിച്ച് TNG അഭിമാനപൂർവ്വം എഴുതിയ പുസ്തകം പ്രസിദ്ധമാണ്. ശുചീന്ദ്രം രേഖകൾ. അമ്മയുടെ പ്രണയകഥ എഴുതാൻ മകൻ കാണിച്ച ധീരതയെക്കുറിച്ച് OV വിജയൻ ആ പുസ്തകത്തിന്റെ അവതാരികയിൽ തന്നെ പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റിന് ഒരു സമരകഥ മാത്രമല്ല, സമരനിർഭരമായ ഒരു പ്രണയകഥയും ഉണ്ടായിരുന്നു. 1943 കോഴിക്കോട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ സമ്മേളനത്തിൽ
കൃഷ്ണപിള്ളയെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കയ്യൂർ സംഭവത്തെ തുടർന്ന് 5 സഖാക്കളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അത്യന്തം മ്ലാനമായ സാഹചര്യത്തിലായിരുന്നു സമ്മേളനം. 1941 മാർച്ചിലെ യുദ്ധവിരുദ്ധ പ്രകടനത്തിന് ശേഷം കർഷക നേതാക്കളെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കാര്യങ്കോട് പുഴയുടെ കരയിലൂടെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ജാഥ. ജാഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലെത്തിയ ക്രൂരനും മർദ്ദകവീരനുമായ പോലീസുകാരൻ സുബ്ബരായനെ കണ്ടതും ജനമിളകി. രക്ഷപ്പെടാൻ പുഴയിലേക്ക് ചാടിയ സുബ്ബരായന് മരണം സംഭവിച്ചു. യാദൃച്ഛികമായ സംഭവം കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഭരണകൂടം ആയുധമാക്കി. കയ്യൂരും പരിസര പ്രദേശങ്ങളും പോലീസിന്റെ ഭീകരവാഴ്ചയ്ക്ക് കീഴിലായി. കേസിലെ 1-ാം പ്രതിയായിരുന്നു മഠത്തിലപ്പു, 13-ാം പ്രതി പൊടോര കുഞ്ഞമ്പു നായർ, 31-ാം പ്രതി കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, 32-ാം പ്രതി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, 51-ാം പ്രതി പള്ളിക്കൽ അബൂബക്കർ എന്നിവരെ മംഗലാപുരം സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. 2-ാം പ്രതി വി കുഞ്ഞമ്പുവിനെയും 3-ാം പ്രതി EK നായനാരെയും പോലീസിന് പിടികിട്ടാനായില്ല. കയ്യൂർ സഖാക്കളെ തൂക്കുമരത്തിൽ രക്ഷിക്കാനുള്ള പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടീഷ് സർക്കാർ കുലുങ്ങിയുമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി PC ജോഷിയും P സുന്ദരയെയും P കൃഷ്ണപിള്ളയും വി കുഞ്ഞമ്പുവിനൊപ്പം കയ്യൂർ സഖാക്കളെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അഭിവാദ്യം ചെയ്തത് അത്യന്തം വികാര തീവ്രമായിരുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കാതെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി അവരെ ആശ്വസിപ്പിക്കാനാണ് സഖാക്കൾ നേതാക്കളോട് അഭ്യർത്ഥിച്ചത്. അചഞ്ചലമായ ആത്മധൈര്യം കൊണ്ട് കയ്യൂർ സഖാക്കൾ അത്ഭുതപ്പെടുത്തിയ ചരിത്രം പിന്നീട് PC ജോഷി വിവരിച്ചിട്ടുണ്ട്. 1943 മാർച്ച് 29 പുലർച്ചെ 5 മണിക്ക് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിച്ച് ആ 4 സഖാക്കളും തൂക്കിലേറി. 4 വർഷങ്ങൾക്കപ്പുറം അയൽനാടായ കരിവെള്ളൂരിലും കാവുമ്പായിയിലും തിരുവിതാംകൂറിൽ പുന്നപ്രയിലും വയലാറിലും തീതുപ്പുന്ന തോക്കുകൾക്ക് മുന്നിൽ 100 കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് അതേ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. 1946 കേരളത്തിന് വടക്ക് ആറോൺ മിൽ സമരവും തെക്ക് പുന്നപ്ര വയലാർ സമരവും ഒരേ സമയം ആസൂത്രണം ചെയ്തത് P കൃഷ്ണപിള്ളയായിരുന്നു. ആറോൺ മിൽ സമരത്തെ തുടർന്ന് മലബാറിൽ നിന്ന് കൃഷ്ണപിള്ളയെ മദ്രാസ് സർക്കാർ നാടുകടത്തി. ആറോൺ മിൽ സമരം വിജയമായിരുന്നു. തൊഴിലാളികൾക്ക് മുന്നിൽ സാമുവൽ ആറോൺ മുട്ടുമടക്കി. പുന്നപ്ര വയലാർ സമരം വിജയിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായേനെ. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളായിരുന്നു പുന്നപ്ര വയലാർ വിപ്ലവത്തിന്റെ ജീവനും രക്തവും. ഒപ്പം തന്നെ സമാനമായ ദുരിതങ്ങളിലൂടെ സഞ്ചരിച്ച മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ചെത്തുതൊഴിലാളികളും സമരശക്തിയായി. 1938 തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രാജകൊട്ടാരത്തിലേക്ക് നടത്താൻ നിശ്ചയിച്ച ജാഥ നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് P കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചു. അറസ്റ്റ് ചെയ്ത R സുഗതൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജാഥയിലേക്ക് നടന്ന വെടിവയ്പിൽ കയർ തൊഴിലാളി യൂണിയന്റെ സ്ഥാപകനായ വാടപ്പുറം ബാവ രക്തസാക്ഷിയായി. 40കളുടെ ആദ്യം സർ CPയുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാര പ്രഖ്യാപനം കൂടിയായതോടെ ആലപ്പുഴ അലകടലായി. സാമ്രാജ്യത്വത്തിനും ദിവാൻ ഭരണത്തിനുമെതിരെ ആത്യന്തിക സമരം അനിവാര്യമായി. P കൃഷ്ണപിള്ള, EMS, KC ജോർജ് തുടങ്ങിയവർ പാർട്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് സെക്രട്ടറി KV പത്രോസുമായി ചർച്ച നടത്തി. പട്ടാളവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് പത്രോസും KC ജോർജും നിലപാട് വ്യക്തമാക്കി. യന്ത്രത്തോക്കുകൾക്ക് മീതെ വാരിക്കുന്തങ്ങൾ പറന്നു. 14 വയസ്സായ അനഘാശയം തൊട്ട് എണ്ണിത്തീർക്കാനാവാത്ത രക്തസാക്ഷികളെ കൊണ്ട് ഗ്രാമങ്ങൾ ചുവന്നു തൊടുത്തു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ കൊടിയുയർന്നു. ദിവാൻ ഭരണവും രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും നാടുകടന്നു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കത്ത കോൺഗ്രസ് BT രണദേവിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ P കൃഷ്ണപിള്ളയും EMSഉം KC ജോർജും. കൽക്കത്ത തീസിസ് കേരളത്തിലെ പാർട്ടി സഖാക്കളെ വീണ്ടും ഒളിവിലേക്ക് തള്ളി. അണ്ടർഗ്രൗണ്ട് പോരാട്ടങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ P കൃഷ്ണപിള്ളയെ ചുമതലപ്പെടുത്തി. മുഹമ്മയിലെ കണ്ണാർക്കണ്ട് ചെല്ലിക്കണ്ടത്തിൽ നാണപ്പന്റെ ഓലപ്പുര വീടായിരുന്നു കൃഷ്ണപിള്ളയുടെ ഒളിവ് കേന്ദ്രം. അവിടെ രാമൻ എന്ന പേരിലായിരുന്നു സഖാവിന്റെ ഒളിവുവാസം. 1948 ആഗസ്റ്റ് 19 കയർ തൊഴിലാളികളുടെ ബോണസ് പ്രശ്നം സഖാവുമായി ചർച്ച ചെയ്യാനെത്തിയതായിരുന്നു CK വാസുവും CK മാധവനും. ചെല്ലിക്കണ്ടത്തിൽ നാണപ്പന്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ്
വാസുവും മാധവനും കണ്ടത്. സഖാവിനെ എന്തോ കടിച്ചു. ഓടിച്ചെന്ന CK മാധവന്റെ മടിയിലേക്ക് നിമിഷങ്ങൾക്കകം സഖാവ് മറിഞ്ഞു വീണു. കണ്ണടയ്ക്കുന്നതിനു മുമ്പ് മാധവനോട് സഖാവ് പറഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിച്ചു, സാരമില്ല, എല്ലാ സ്ഥലങ്ങളിലും വിവരമറിയിച്ചേക്കുക. SL പുരം സദാനന്ദന്റെ ബന്ധുവിനെ പാമ്പ് കടിച്ചെന്ന വ്യാജേന സഖാവിനെ കട്ടിലിൽ ചുമന്ന് സഖാക്കൾ വിഷവൈദ്യന് അടുത്തെത്തിച്ചു. വിഷവൈദ്യന്റെ സഹോദരി കയ്യിൽ പച്ചകുത്തിയ പേര് കണ്ട് നിലവിളിച്ചു, P. കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയുടെ മരണം നാടാകെ പരന്നു. പോലീസ് നിരോധനം വകവയ്ക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ആലപ്പുഴയിലെ കയർ ഫാക്ടറി യൂണിയൻ ഓഫീസിലേക്ക് പ്രവഹിച്ചു. പുന്നപ്രയിൽ വെടിയേറ്റ് വീണ പോരാളികളെ കൂട്ടിയിട്ട് കത്തിച്ച വലിയ ചുടുകാട്ടിലെ 6 അടി മണ്ണിൽ സഖാവും എരിഞ്ഞടങ്ങി. 1948 ആഗസ്റ്റ് 19 സർപ്പദംശനമേറ്റ് ശ്വാസം നിലയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് സഖാവ് എഴുതി പൂർത്തിയാക്കാതെ വെച്ചിരുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഏത് കാലത്തെയും കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള സഖാവിന്റെ അന്ത്യസന്ദേശം തന്നെയായിരുന്നു അത്. ആ റിപ്പോർട്ടിന്റെ ഒടുവിൽ അദ്ദേഹം ഊന്നൽ കൊടുത്ത ഒരു വാചകം ഇതാണ്: വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല. അതൊരു ആരോപണമായും ആഹ്വാനമായും താക്കീതായും മുന്നറിയിപ്പായും നമുക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കാമെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സ്വയം വിമർശനമില്ലാതെ മുന്നോട്ട് നടക്കുക അസാധ്യമാണെന്ന് തന്നെയാണ് സഖാവ് പറഞ്ഞു വെച്ചത്. കാലം വെല്ലുവിളികളാൽ കൂടുതൽ കൂടുതൽ സങ്കീർണമാകും തോറും, വലിയ പ്രസ്ഥാനങ്ങൾ അനുഭവപരമായി ക്ഷീണിക്കും തോറും, മനുഷ്യപ്പറ്റ് വരളും തോറും മഹാമനുഷ്യനായ കൃഷ്ണപിള്ള വിറക്കുന്ന കൈകളാൽ എഴുതിയ ആ വാചകം തന്നെയാകുന്നു നമുക്ക് വഴിവിളക്ക്. അതിൻ്റെ അവസാന വാക്യങ്ങൾ നമുക്കൊരിക്കൽ കൂടി ഇങ്ങനെ വായിക്കാം: എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാം. സഖാക്കളെ മുന്നോട്ട്, സഖാക്കളെ മുന്നോട്ട്.